ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ഗെയിമല്ല, ഒരു മതമായിരുന്നു എന്നതിനുള്ളൊരു ഉത്തമ തെളിവായിരുന്നു 2003 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്രിക്കറ്റുകൾ കാണുന്നത്. ആ സമയത്തൊന്ന് ആലോചിക്കണം, ഒരു 4ാം ക്ലാസ്സുകാരനായ ഞാൻ ഈ കളി കാണണമെങ്കിൽ അത്രത്തോളം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ മുച്ചൂടിൽ കയറിയിരിക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെ ഓരോ കളിയും ഇന്ത്യയുടെ കണ്ട് ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫൈനലി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആ ഫൈനൽ കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെയാണ് ഇരുന്നത്. അങ്ങനെ ടോസ് കിട്ടുന്നു, ഓസ്ട്രേലിയക്ക് ബാറ്റ് കിട്ടുന്നു. ഓസ്ട്രേലിയ ആദ്യ ബാറ്റിങ്ങിൽ അവർ ഏകദേശം 359 എന്ന് പറഞ്ഞൊരു ഹ്യൂജ് സ്കോറിലേക്ക് വരുന്നു. പോണ്ടിങ്ങിൻ്റെ ഒരു മാസ്മരിക പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ ആ ടൈമിൽ. എന്നുവെച്ചാൽ പോണ്ടിങ് തലകം വിലകം നമ്മുടെ ഇന്ത്യൻ ബോളേഴ്സിനെ അടിച്ച് പരത്തി. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം ആ കാലഘട്ടത്തിൽ 359 എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കോറായിരുന്നു. നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്നിരുന്നാൽ കൂടി നമ്മുടെ ഒപ്പം സച്ചിനും ദ്രാവിഡും ഗാംഗുലിയും സെവാഗും എല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്ത്യ ജയിക്കുമെന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിൽ നമ്മൾ ഇന്ത്യയുടെ ബാറ്റിംഗ് കാണാമായിരുന്നു. പക്ഷേ ആദ്യ ഓവറിൽ തന്നെ സച്ചിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഉടനെ തന്നെ വളരെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് ഓവറിനുള്ളിൽ ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ച ഗാംഗുലിയും അവർ വിക്കറ്റ് എടുത്തു. പക്ഷേ എന്നിരുന്നാൽ കൂടി സേവാഗും ദ്രാവിഡും കൂടി ഇന്ത്യയെ കരകയറ്റാനുള്ളൊരു ശ്രമം നടത്തി. എന്നാലും അതിൽ വീണുപോയി. പിന്നീട് ഇന്ത്യ വാലറ്റമൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ അനായാസം ഓസ്ട്രേലിയ എറിഞ്ഞിടുകയാണ് ഉണ്ടായത്. ഫൈനലി ഇന്ത്യ തോക്കുന്നു, ഓസ്ട്രേലിയ വിജയിക്കുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിറ്റേ ദിവസം രാവിലത്തെ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഈ മഞ്ഞപ്പട കപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. എൻ്റെ പൊന്നെ, ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത്രത്തോളം വേദന ക്യാരി ചെയ്തുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോയത്. ഒന്ന് ആലോചിക്കണം, ഒരു 4ാം ക്ലാസ്സുകാരൻ അത്രത്തോളം വേദന ക്യാരി ചെയ്യണമെങ്കിൽ ക്രിക്കറ്റ് എന്ന് പറയുന്ന അത്രത്തോളം ഒരു വികാരമായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ എനിക്കൊരു ഇന്നും ഈ പറഞ്ഞ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അത്രത്തോളം പേടി സ്വപ്നമായി മാറുന്ന ഒരു ടീമാവുന്നതിന് ഉത്തമ ഉദാഹരണമാണ് 2003 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾക്ക് ഇന്നും ആ ഒരു വേൾഡ് കപ്പിന് പ്രതികാരം വീട്ടാൻ പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഓസ്ട്രേലിയക്ക് ആ ഒരു മധുര പ്രതികാരം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കഴിയുന്നത്, സച്ചിന് വേണ്ടി.